നമസ്കാരം. കണ്ണൂർ മുൻ എ.ഡി.എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ അപ്പീലിൽ ഒരിടത്തും തങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് ഭാര്യ മഞ്ജുഷ വ്യക്തമാക്കി. അങ്ങനെ ആവശ്യപ്പെടാൻ മുതിർന്ന അഭിഭാഷകനെ ചുമതലപ്പെടുത്തിയിരുന്നില്ല. CBI അന്വേഷണം എന്ന ഒറ്റ ആവശ്യം മാത്രമായിരുന്നു ഹർജിയിലുണ്ടായിരുന്നത്. ഹർജിക്കാരിയുടെ താൽപ്പര്യത്തിനും അഭിപ്രായത്തിനും വിരുദ്ധമായാണ് അങ്ങനെ ഒരു ആവശ്യം അഭിഭാഷകൻ വാദമധ്യേയും ഉന്നയിച്ചത്. CBIയോ ഉന്നത ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിൽ ക്രൈംബ്രാഞ്ചോ അന്വേഷിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടതായിട്ടാണ് അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ തങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യം ഇല്ല എന്ന് ഹൈക്കോടതിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്ന് അഭിഭാഷകനോട് ഇന്നലെ തന്നെ നവീൻ ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. അത് കോടതിയെ ബോധ്യപ്പെടുത്താമെന്ന് അഭിഭാഷകന്റെ ഓഫീസിൽ നിന്ന് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇന്ന് ബന്ധപ്പെട്ടപ്പോൾ തനിക്ക് താൽപ്പര്യമില്ല എന്ന് അറിയിക്കുകയാണ് അഭിഭാഷകൻ ചെയ്തത്. അതിനാൽ ഈ അഭിഭാഷക ഓഫീസിൽ നിന്ന് വക്കാലത്ത് ഒഴിഞ്ഞു വാങ്ങിയിരിക്കുകയാണെന്ന് മഞ്ജുഷ അറിയിച്ചു. CBI അന്വേഷണം നിരാകരിച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നൽകിയ അപ്പീൽ പരിഗണിക്കുമ്പോഴാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യത്തിന് വിരുദ്ധമായി അഭിഭാഷകൻ ക്രൈംബ്രാഞ്ച് അന്വേഷണ കാര്യം കൂടി ഹൈക്കോടതിയെ ബോധിപ്പിച്ചത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്ന ആവശ്യത്തെ സർക്കാർ എതിർത്തതുമില്ല. തുടർന്ന് ജസ്റ്റിസുമാരായ PV സുരേഷ് കുമാർ, ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് അപ്പീൽ ഉത്തരവിനായി മാറ്റുകയായിരുന്നു. CBI അന്വേഷണം എന്ന ആവശ്യം സിംഗിൾ ബെഞ്ച് തള്ളിയതിനെതിരായ അപ്പീലാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്. പോലീസ് പ്രത്യേക അന്വേഷണ സംഘം നിലവിൽ നടത്തുന്ന അന്വേഷണത്തിൽ വിശ്വാസമില്ല. അതിനാൽ CBI അന്വേഷണം നടത്തണമെന്നതാണ് ഹർജിക്കാരുടെ വാദം. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കൈ ബന്ധിച്ചിരിക്കുകയാണെന്നും ഹർജിക്കാരിക്കായി ഹാജരായ സീനിയർ അഭിഭാഷകൻ S. ശ്രീകുമാർ വാദിച്ചു. രാഷ്ട്രീയ സ്വാധീനമുള്ള പ്രതിയെ സംരക്ഷിക്കാനാണ് നിലവിലെ അന്വേഷണം നടത്തുന്നതെന്നാണ് നവീന്റെ കുടുംബത്തിന്റെ ആരോപണം. 2024 ഒക്ടോബർ 15-നാണ് നവീൻ ബാബു മരിച്ചത്. നരഹത്യാ സാധ്യത മുൻനിർത്തി പോലീസ് ഫലപ്രദമായ അന്വേഷണം നടത്തുന്നില്ലെന്നും പ്രതി ചേർക്കപ്പെട്ട PP ദിവ്യയ്ക്ക് ഉന്നത സ്വാധീനമുണ്ടെന്നും ചൂണ്ടിക്കാട്ടി CBI അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു ഹർജി. എന്നാൽ അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് പറഞ്ഞ കോടതി ആവശ്യം അംഗീകരിച്ചില്ല. തുടർന്നാണ് വസ്തുതകൾ ശരിയായി വിശകലനം ചെയ്യാതെയാണ് സിംഗിൾ ബെഞ്ച് ഹർജി തള്ളിയതെന്ന് ചൂണ്ടിക്കാട്ടി അപ്പീൽ നൽകിയത്. അന്വേഷണത്തിൽ ഏതെങ്കിലും വീഴ്ചയുള്ളതായി ചൂണ്ടിക്കാട്ടാനായിട്ടില്ലെന്നും CBI അന്വേഷണം ആവശ്യം അംഗീകരിക്കാനാകില്ലെന്നും സർക്കാരിനായി പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ TA ഷാജി വാദിച്ചു. എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്ന ആവശ്യത്തെ എതിർത്തില്ല. തുടർന്നാണ് അപ്പീൽ വിധി പറയാൻ മാറ്റിയത്.